ഇത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം. സാറേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മരിയ സുഹൃതങ്ങളിലെ ജ്ഞാനത്തിൻ്റെ അടയാളമായി സഹനത്തെ സ്വീകരിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് സമയം തികഞ്ഞില്ല. വീണ്ടും സഹനങ്ങളെക്കുറിച്ച് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. സാറ് പറഞ്ഞു നിർത്തിയായിരുന്നു, ഇങ്ങനെ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് മാറിപ്പോകാനായിട്ട് ഒരു സ്ഥലത്തും പോകേണ്ടതില്ല, അത് ദൈവഹിതമാണെന്ന് അംഗീകരിക്കാനായിട്ട് കഴിയണമെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യമാണ്, അപ്പോൾ ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിന് വളരെ മാരകമായൊരു അസുഖം വരുന്നു. ഞാൻ ആ അസുഖം മാറാനായിട്ട് ഈ നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു രോഗശാന്തിയുള്ള ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് തെറ്റാണോ? നമ്മൾ രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ പോകണ ആരുടെ അടുത്താണ്? മാനുഷികമായിട്ട് പോകണ ആരുടെ അടുത്താണ്? ഡോക്ടറിൻ്റെ അടുത്ത്. ഈ ഡോക്ടറുടെ മരുന്ന് ഏൽക്കുന്നില്ല എന്ന് കണ്ടിട്ടാണല്ലോ പിന്നെ നമ്മൾ പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ മരുന്ന് കഴിച്ചിട്ട് മാറുന്ന ഒരു രോഗമുള്ള ഒരാൾ ഒരിക്കലും പിന്നെ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് അസുഖം മാറാൻ പോവില്ല അല്ലേ? അപ്പം മാനുഷികമായിട്ടെല്ലാം പരീക്ഷിച്ചു, എല്ലാം കഴിഞ്ഞു, സകല വൈദ്യന്മാരും കൈവിട്ടു. അപ്പോഴാണ് നമ്മൾ ചാനൽ മാറ്റാൻ നോക്കുന്നത്. ഇടഞ്ഞ ഒരു പുതിയ വേറൊരു സൗഖ്യത്തിൻ്റെ മേഖല നോക്കിയാണ്. അപ്പം ഈശോയുടെ ഒരു മിനിസ്ട്രി ശുശ്രൂഷയല്ലേ, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. 3 ശുശ്രൂഷ ചെയ്തു. അതെ, ഈ 3 ശുശ്രൂഷയും തുടരാനാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. മരിച്ചവരെ ഉയർപ്പിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ. ഈ ശുശ്രൂഷ തുടരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ശുശ്രൂഷ എന്തായിരുന്നു? ഈ ശുശ്രൂഷ മുഴുവൻ അടയാളങ്ങളായിരുന്നു. അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. എന്തായിരുന്നു അടയാളങ്ങൾ? ദൈവത്തിലേക്ക് തിരിയാനുള്ള അടയാളങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ സൗഖ്യം മാത്രം ലഭിച്ചവർ വിട്ടുപോയി, സൗഖ്യത്തോടൊപ്പം രക്ഷയും കൂടെ കിട്ടിയവർ നിലനിന്ന് ഈശോയുടെ പിന്നാലെ പോയി. കുഷ്ഠരോഗികളുടെ ആ ഉദാഹരണം, 10 കുഷ്ഠരോഗികൾ, ആ 10 കുഷ്ഠരോഗികളിൽ 9 പേർക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി, അവർ പോയി. ഒരാൾ തിരിച്ച് നന്ദി പറയാൻ വന്നു. നന്ദി പറയാൻ വന്ന ആളോടാണ് ഈശോ പറയുന്നത്, നിനക്ക് രക്ഷയും കിട്ടിയിരിക്കുന്നു. സൗഖ്യവും രക്ഷയും കൂടെ കൂടുമ്പോഴാണ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പം നമ്മുടെ പൊതുവെ നമ്മുടെയൊക്കെ ഒരു മാനസികമായ ഒരു രീതിയുണ്ട്, ഒരു മാനസികമായ ബലഹീനതയുണ്ട്. രോഗശാന്തി വരമുള്ള ആളുകളുടെ അടുത്ത് ഓടിപ്പോവുക. രോഗശാന്തിയുള്ള ആളുകളുടെ അടുത്ത് പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പ്രാർത്ഥന ചോദിക്കുന്നതുകൊണ്ടും തെറ്റില്ല. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല നമ്മുടെ പക്ഷേ ഞാൻ പറഞ്ഞത്, രോഗം മാറാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓട്ടമാണ് അതിൽ തന്നെ തെറ്റെന്ന് ഞാൻ പറഞ്ഞു. ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോഴേ ഉത്തരം കിട്ടുകയുള്ളൂ. ഈശോയെ വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഒരു വിളിയാണ് ഒരു അത്ഭുതം ആകുന്ന അടയാളം എന്ന് പറയുന്നത്. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളായിരുന്നു. ബെത്സായിദയിലെ രോഗശാന്തി കിട്ടിയ വ്യക്തി പോലും ഈശോ ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോന്നാണ് ചോദിച്ചത്. നിനക്ക് മനസ്സുണ്ടോ വെച്ചാൽ സുഖപ്പെടാനുള്ള മനസ്സ് മാത്രമല്ല, സുഖപ്പെടാനുള്ള മനസ്സിനോടൊപ്പം സുഖപ്പെട്ട് നീ ദൈവരാജ്യത്തിലേക്ക് വരാൻ നിനക്ക് താല്പര്യമുണ്ടോയെന്നാണ് ചോദിച്ചത്. ആ അർത്ഥം, സുഖമാകാൻ നിനക്ക് താല്പര്യമുണ്ട്. കാരണം ആ വ്യക്തിയെ രണ്ടാമത് ഈശോ ഒന്നും കൂടെ കാണുന്നുണ്ട്. കിടക്കയും ഇവിടെ നടക്കാൻ വേണ്ടി കിടക്കയും ഇവിടെ നടന്നു പോയി രണ്ടാമത് ആ വ്യക്തിയെ ഈശോ കാണുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ചാൽ ഈശോ കാണുന്നത്. അപ്പം ദേവാലയത്തിൽ ആ വ്യക്തി പറഞ്ഞെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാൻ വന്നതായിരുന്നു. ആ വ്യക്തിയോടാണ്
ബെത്സയിലെ രോഗശാന്തി കിട്ടിയ വ്യക്തിയോടാണ് ഈശോ പറയുന്നത്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാവിച്ചു നിങ്ങൾക്ക് സൗഖ്യമായി രക്ഷ കിട്ടിയിരിക്കുന്നു, രക്ഷപ്പെടാൻ കൊടുക്കുന്നു. അപ്പം ചില രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ തലത്തിൽ ഇതിനെ കാണാണ്ടുണ്ട്. അത്ര എളുപ്പത്തിൽ ഈ സഹനത്തെ രോഗത്തെ കാണാൻ കഴിയില്ല. ചില രോഗങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ദൈവത്തിലേക്ക് തിരിയാനായിട്ടുള്ളൊരു വിളിയാവും. ചില രോഗങ്ങൾ ഒരു പക്ഷേ ചില പൈശാചിക ബന്ധനങ്ങളുമാവും. പൈശാചിക ബന്ധനങ്ങളുടെ പേരിൽ വരുന്ന രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ, ദുഃഖങ്ങൾ, ആ ഒരു മേഖല ഇല്ല എന്നൊരിക്കലും ഞാൻ പറയില്ല. നമ്മുടെ സഭയുടെ പഠനമനുസരിച്ച് പോലും അങ്ങനൊരു മേഖലയുണ്ട്. അതുകൊണ്ടാണ് ഡെലിവറൻസിന് പ്രത്യേകം ഒരു അധികാരം കൊണ്ട് കൊടുത്തല്ല അഭിഷക്തരെ പിന്നെ സഭ നിയോഗിക്കുന്നത്. എല്ലാ വൈദികർക്കും ആ ഡെലിവറൻസ് പവർ കൊടുത്തിട്ടില്ല. സഭ ഔദ്യോഗികമായിട്ട് ഡെലിവറൻസിനുള്ള അധികാരം കൂടെ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കും. കാരണം അത്ര ആഴമേറിയ വിശ്വാസവും ആ ഡെലിവറൻസ് മേഖലയിൽ നിൽക്കുന്ന വ്യക്തി, ശുശ്രൂഷ നടത്തുന്ന വ്യക്തിക്ക് എന്തു തന്നെ വന്നാലും വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റി പോവില്ല. കാരണം ഈ ഒരു തിരിച്ചടി ഒന്നും ഉണ്ടാവാതെ, കാരണം ഇത്രയേറെ, കാരണം പിശാചുകൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല, പലരെയും ഒഴിപ്പിക്കുന്ന പിശാച്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടപ്പോൾ വേറെ 7 പേരെയും കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള തളർച്ചയും തകർച്ചയും അറിയാവുന്നതുകൊണ്ടാണ് സഭ പോലും അത്രയേറെ സൂക്ഷ്മതയോടുകൂടി ഈ ഡെലിവറൻസ് മേഖല കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ ഡെലിവറൻസിനുള്ള അതൊരു വരമാണ്, ഒരു സംശയമില്ലാണ്ട് ഒരു വരമുണ്ട്. ആ വരം ഉപയോഗിക്കാനായിട്ട് സഭ കൊടുക്കുന്ന അധികാരമുണ്ട്. ഈ അഭിഷേക അധികാരം ഇല്ലാതെയുള്ള മാനുഷികമായിട്ട് നമ്മുടെ പിന്നെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിവാരണം സ്വീകരിച്ച ഒട്ടേറെ രോഗശാന്തി ശുശ്രൂഷകരെ നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ, നമ്മളൊരു രോഗമായിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുന്നത് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന, രോഗം സുഖമാകാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഒരു രോഗശാന്തി ശുശ്രൂഷൻ്റെ അടുത്ത് പോകുന്നത് കൈവയ്പ് വഴി രോഗം മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അവിടെയാണ് നമ്മുടെ ആളുകൾക്ക് തെറ്റിപ്പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്ന അതേ ലാഘവത്തോടുകൂടി ഇയാളൊന്ന് തല കൈവച്ചാൽ മതി, ഇയാളൊന്ന് തൊട്ടാൽ മതി, ഇയാളുടെ അടുത്തൂടെ ഒന്ന് പോയാൽ മതി, ഇയാൾ എന്നെ ഒന്ന് പിന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി, ഇന്നയാളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന അച്ഛൻ, ഈ വ്യക്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, സുഖമാകും. അത് ഒരു പടി മാത്രമേ ആവുന്നുള്ളൂ. കാരണം വൈദ്യരുടെ കയ്യിൽ നിന്ന് ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത സൗഖ്യത്തിന് വേണ്ടി പോയതാണ്, ദൈവത്തിൻ്റെ വഴിയാണത്. പരിശുദ്ധാത്മാവിൻ്റെ രോഗശാന്തി വരം എന്നുള്ള വരം കിട്ടിയത് ദൈവത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള വിളിയായിട്ട് അതിനെ കാണണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം ഒരു വ്യക്തിയുടെ അടുത്ത് പോകാതെ ആത്മീയമായിട്ട് ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരുങ്ങി, എന്നിട്ട് ദൈവം ഈ സഹനത്തെ അല്ലെങ്കിൽ ഈ രോഗത്തെ ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ രോഗശാന്തി സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഈശോ കൊടുത്ത രോഗശാന്തി എല്ലാം വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുള്ളവരെ കണ്ടിട്ട് തന്നെയായിരുന്നു. അല്ലാത്തവർ സ്വീകരിച്ചങ്ങ് പോയി, അവർക്ക് രക്ഷ കിട്ടിയില്ല, സൗഖ്യം കിട്ടിയുള്ളൂ. 10 കുഷ്ഠരോഗികൾ 9 പേർക്ക് സൗഖ്യം കിട്ടി, ഒരാൾക്ക് മാത്രമേ രക്ഷ കിട്ടിയുള്ളൂ സൗഖ്യത്തോടു കൂടി. അപ്പം ഈ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പരീക്ഷിച്ച് പിന്നെ പരിശോധിച്ച് ചികിത്സിച്ചിട്ട് മാറാത്ത രോഗത്തിന് വേണ്ടിയിട്ട് പോകുന്ന രോഗശാന്തി എന്ന് പറയുന്നത് രക്ഷയുടെ വഴിയും കൂടെ കൂടിയാണ്, രക്ഷയുടെ വഴിയാണ്. അപ്പോൾ ആ രക്ഷയുടെ വഴി ഒരു വൈദ്യുതി നൽകുന്ന ഒരു ചികിത്സ മാതിരി കൈവെപ്പ് വഴി കിട്ടുന്ന ഒരു സൗഖ്യം മാത്രമല്ല, ആ സൗഖ്യത്തോടൊപ്പം രക്ഷയിലേക്ക് തീരാനായിട്ടൊരു വിളിയും കൂടെ കൂടിയാണ്. അതൊരു ദൈവിക വഴിയാണ്, ഒരു ദൈവിക വഴിയാണ്, ദൈവിക വിളിയും കൂടെ കൂടിയാണ്. അപ്പോൾ ആ ദൈവിക വിളിയും ദൈവിക വഴിയും സ്വീകരിക്കാൻ തക്കവണ്ണം എൻ്റെ മനസ്സിനെ ഒരുക്കണം, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം, എൻ്റെ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിക്കണം, എൻ്റെ വഴികൾ ഞാൻ തിരുത്തണം. അല്ലേ, യോഹന്നാൻ മാതാവിനെ പ്രസംഗിച്ചതാണ്, വഴി നേരെയാക്കാനാണ്. കാരണം എൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള ഞാൻ നേർവഴിയെ നടക്കണം. ഈ നേർവഴിയെ നടക്കാത്തത് കൊണ്ടും ചിലപ്പോൾ എനിക്ക് ഈ സൗഖ്യം കിട്ടാതിരിക്കും. അതുകൊണ്ടാണ് മേലിൽ പാപം ചെയ്യരുതെന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ ചില രോഗങ്ങൾ, ചില ബന്ധനങ്ങൾ, ചില പീഡകൾ, ചില സഹനങ്ങൾ, ചില ദുഃഖങ്ങൾ ഒരുപക്ഷെ എൻ്റെ
പാപപങ്കിലമായ അല്ലെങ്കിൽ വഴിവിട്ട ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ മറന്നുള്ള ജീവിതത്തിൻ്റെ ഒരു ഫലം, അനന്തര ഫലവും കൂടെ കൂടിയാവാം. ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണത്. അതെ അതെ, ആഴത്തിൽ ചിന്തിക്കേണ്ടത്, ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവ് വന്നാലാണ് ആ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ വഴികൾ ഞാൻ നേരെയാക്കുകയും ഈ വഴിയിൽ ഞാനൊരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഞാൻ മാറുകയും ചെയ്യും. അങ്ങനെ മാറാനായിട്ടുള്ള വിളിയും കൂടെ കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തി മേലാൽ നീ ആ വഴിയെ പോകരുത്, വന്ന വഴിയല്ല നീ പോകേണ്ടത്, നീ വഴി തിരിച്ചു വിടണം. ആ ഒരു തിരിച്ചറിവ് കിട്ടിയവരാണ് കഴിഞ്ഞ തവണ സാറ് പറഞ്ഞ കണക്ക് ഇത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എനിക്ക് വന്നതാണ്. അത് ആ ഒരു തിരിച്ചറിവല്ലേ? ഒരു തിരിച്ചറിവാണ്, തീർച്ചയായിട്ടും തിരിച്ചറിവാണ്. അല്ലെങ്കിൽ ഞാൻ മാറേണ്ട വഴികളുണ്ട്, ഞാൻ മാറിപ്പോകേണ്ട തിരുത്തേണ്ട തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിലുള്ള തിരിച്ചറിവോട് കൂടി. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സൗഖ്യത്തോടൊപ്പം രക്ഷയും കിട്ടും. മറ്റത് വ്യക്തികളിൽ നിന്നും ഒരു കൈവയ്പ് വഴി കിട്ടുന്ന വെറും ഒരു സൗഖ്യം അത് നിലനിൽക്കില്ല. അത് ആ സൗഖ്യത്തോടുകൂടി തീർന്നു, അത് അവർക്ക് രക്ഷ നൽകുന്നില്ല. അതുകൊണ്ടാണ് പലരും ആളുകൾ ധ്യാനകേന്ദ്രങ്ങൾ മാറി മാറി പോകുന്നത്, പലരും പിന്നെ വ്യക്തികളിൽ നിന്ന് മാറി മാറി പോകുന്നത്. ഇപ്പം ഞാൻ ബോണി ഒരു ശാന്തി ശുശ്രൂഷ വരം കിട്ടിയിട്ടുള്ള ആളാണെന്നുകൊണ്ട് ഞാൻ ബോണിയുടെ അടുത്ത് വരും. ബോണി കൈവയ്ക്കും, കൈയൊക്കെ വെപ്പിച്ചു, എൻ്റെ അടുപ്പവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ വെപ്പിച്ചു, പക്ഷേ രക്ഷയൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അടുത്ത, അപ്പോൾ അതുകൊണ്ട് ബോണി എൻ്റെ ലിസ്റ്റിൽ നിന്ന് പോയി. പിന്നെ ഞാൻ അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. അപ്പം ഞാൻ ഇങ്ങനെ ഓടി കിടക്കാം. ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യമില്ല. ഞാൻ ഓടേണ്ട ഒരു മേഖലയുണ്ട്. ആ ഓടേണ്ട മേഖല ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട തിരുത്തലുകളും എനിക്കുണ്ടാകേണ്ട വിശ്വാസവും കൂടെ കൂടിയാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കാതെയും എൻ്റെ കയ്യിലിരിപ്പ് ഞാൻ തിരുത്താതെയും എനിക്ക് രോഗസൗഖ്യവും ദൈവത്തിൻ്റെ വഴിയിലേക്കുള്ള പൂർണ്ണമായ രക്ഷയുടെ അനുഭവം കിട്ടില്ല. അപ്പോൾ സൗഖ്യമല്ല, രക്ഷയുടെ അനുഭവമാണ് പ്രധാനപ്പെട്ടത്. രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള വിളിയാണ് ഈ സൗഖ്യമെന്നുണ്ടെങ്കിൽ ആ സൗഖ്യം എനിക്ക് കിട്ടാൻ പാകത്തിന് രക്ഷയുടെ അനുഭവത്തിലായിരിക്കാൻ തക്ക രീതിയിൽ എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവിതത്തെയും ഞാൻ ക്രമപ്പെടുത്തണം. ആ നിലം ഞാൻ പാകപ്പെടുത്താതെ ഈ സൗഖ്യം കൊണ്ട് മാത്രം നിലനിൽക്കില്ല. സൗഖ്യം ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കും, ഞാനില്ല എന്ന് പറയുന്നില്ല. ഫലങ്ങൾ ഒരിക്കലും പാഴായി പോകില്ലല്ലോ. പക്ഷേ രക്ഷയിലേക്ക് അത് നയിക്കില്ല, അത് താൽക്കാലികമാണ്. രോഗശാന്തിക്ക് വേണ്ടി മാത്രം ഓടിപ്പോകുന്ന രീതിയോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. കാരണം രക്ഷയുടെ അനുഭവമായിട്ട് രോഗശാന്തി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു നിലനിൽപ്പിൻ്റെ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് മനസ്സിലായതേ സാറേ, ഇപ്പോൾ ഒരു രോഗം ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് സുഖപ്പെടുന്നില്ല, പിന്നെ അത് ദൈവിക വഴിയിലേക്ക് പോകാനുള്ള ഒരു വിളിയാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ പിന്നെയാണോന്നില്ല, എന്നിട്ട് അതുകൊണ്ടാണല്ലോ സാധാരണ ഇതിൽ ആദ്യം ഒരു ചെറിയ അസുഖത്തിന് ആദ്യം ആരും ഈ രോഗശാന്തിക്കാരുടെ അടുത്തേക്ക് പോവില്ല, ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോവില്ല. ഈ എല്ലാ മാനുഷികമായ വഴികളൊക്കെ എല്ലാം നോക്കും. എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇനി ഇല്ലേ, ഞാനൊരു വിമാനയാത്ര നടക്കുന്ന സമയത്ത് ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വിമാനയാത്രയിൽ വിമാനം വല്ലാത്തൊരു കാറിലും കോളിലും പെട്ടു, വല്ലാതെ ഉലയുന്ന പൈലറ്റ് വാണിംഗ് കൊടുത്തു, രണ്ടാമത്തെ വാണിംഗ് കൊടുത്തു. പക്ഷേ പൈലറ്റിൻ്റെ നിയന്ത്രണത്തിലും കിട്ടുന്നില്ല. അപ്പോൾ പൈലറ്റ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. എൻ്റെ പരിധിയും എൻ്റെ കഴിവുകളെല്ലാം പ്രയോഗിച്ചു, എൻ്റെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല, ഇനി ദൈവത്തിന് മാത്രമേ നമ്മൾ രക്ഷയുള്ളൂ. അപ്പോൾ ഒരു യാത്രക്കാരൻ്റെ ചോദ്യത്തെക്കുറിച്ചാണ്, സ്ഥിതി അത്രയ്ക്ക് മോശമാണോ? അപ്പം അത്രയ്ക്ക് മോശമായ സ്ഥിതിയിലേക്കാണ് ദൈവത്തെ വിളിക്കുകയുള്ളൂ. അതുവരെ നമുക്ക് മാനുഷികമായിട്ടുള്ള നമ്മുടെ എല്ലാ അറിവും നമ്മുടെ ഡോക്ടറും പരിചയവും ആശുപത്രിയും എല്ലാം വെച്ച് നമ്മൾ പ്രയോഗിക്കും. സ്ഥിതി അത്രയ്ക്ക് മോശമാകുമ്പോൾ മാത്രമേ ദൈവത്തിലേക്ക് പോവുള്ളൂ. പക്ഷെ അങ്ങനെ പോകുന്ന വ്യക്തി, കാരണം ഈ ഇത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്തത്, ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഭേദമാകാത്തത്, ഇനി എൻ്റെ ചാനൽ മാറ്റാനായിട്ടുള്ളൊരു വിളിയായിട്ടാണ് കാണുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം മാനസാന്തരത്തിനുള്ളൊരു വിളിയും കൂടെ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി വഴികൾ നേരെയാക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജീവിത മാറ്റം. ഞാൻ പറഞ്ഞായിരുന്നു, ഡെലിവറൻസിൻ്റെ മേഖല പറഞ്ഞായിരുന്നു. അതെ അതെ, ആ ഡെലിവറൻസിൻ്റെ മേഖലയെക്കുറിച്ചും കൂടെ കൂടി ഒരു ചെറിയ വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ ഒട്ടേറെ പേരെ പിശാചുക്കളെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ സുഖമാകുന്നത് കണ്ടിട്ടുണ്ട്. അതെ, പിശാചുക്കളെ ബഹിഷ്കരിക്കണമെന്ന് തന്നെ കർത്താവ് പറഞ്ഞേക്കണം. കാരണം ചില പൈശാചിക പീഡകളുടെ ഫലമായിട്ട് ചിലർ പിന്നെ വേദനയിൽ, വിഷമത്തിൽ, ദുഃഖത്തിൽ, കാര്യത്തിൽ പല തരത്തിലുള്ള സംഘർഷങ്ങളുടെയും സങ്കടങ്ങളിലൂടെയും കടന്നുപോകും. അതൊരു ഫാക്റ്റാണ്. അത് ഒരു ബന്ധനം, അതിനാണ് പൈശാചിക ബന്ധനം എന്ന് പറയുന്നത്. ഈ പൈശാചിക ബന്ധനമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് എപ്പോഴാണ്?
പൈശാചിക ബന്ധനമുള്ള വ്യക്തിയുടെ അടയാളം എന്താ? നമ്മളൊരു പിശാചി ബാധിച്ച ഒരാൾ പോയത് എവിടേക്കായിരുന്നു? ആളൊഴിഞ്ഞ കല്ലറയിലേക്ക് വസ്ത്രമൊന്നും ധരിക്കാതെ. ഒട്ടേറെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കേട്ട് പലരും പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണെങ്കിൽ പോലും ആ വ്യക്തി ഒറ്റപ്പെട്ടവനായിട്ട് മാറും. ആ വ്യക്തി പിന്നെ സുരക്ഷ അല്ലെങ്കിൽ അവനവൻ്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും അവൻ്റെ കയ്യിൽ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ പിന്നെ അവന് രാത്രിയോ പകലോ തിരിച്ചറിയണമെന്നില്ല. അങ്ങനെ ഒരു അപ്പം പൈശാചിക ബന്ധനങ്ങളുടെ ചില അടയാളങ്ങൾ, പ്രധാനപ്പെട്ട അടയാളം ദൈവത്തിലേക്ക് തിരിയാൻ, ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ, ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ. ദൈവം അല്ലേ എൻ്റെ ഒരു പോറൽ പോലും എന്നെ ഏൽപ്പിക്കില്ല. നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നല്ലേ, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ കാത്തു സൂക്ഷിക്കുന്നു. അസംഖ്യമായ ക്ലേശങ്ങളുണ്ടാവും, പക്ഷെ കർത്താവ് അവനെ കാത്തു സൂക്ഷിക്കും. പക്ഷേ ഈ കർത്താവ് അവനെ കാത്തു സൂക്ഷിക്കുന്നതിന് പോലും തടസ്സമായിട്ട് എവിടെയെങ്കിലും പൈശാചികമായിട്ടൊരു പീഡകളുണ്ട് എന്നുണ്ടെങ്കിൽ, ആ പൈശാചിക പീഡകളുണ്ടോ എന്നുള്ള തിരിച്ചറിഞ്ഞൊരു ഡെലിവറൻസ് നേടുന്നത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ എല്ലാ പീഡകളും പൈശാചിക പീഡകളാണെന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതാണ് തെറ്റ്. അത് വിശ്വാസത്തിൻ്റെ കുറവാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ കുറവാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ തിരിച്ചറിവുണ്ടാവുള്ളൂ ഒരു പൈശാചിക പീഡകൾ ഉണ്ട് എന്നുള്ളത്. അല്ലാതെ എനിക്ക് വരുന്ന പനിയും എനിക്ക് വരുന്ന നടുവേദനയും തലവേദനയും എൻ്റെ പിന്നെ വയറുള്ള അസുഖങ്ങൾ എന്തും ഇത് പിശാചുബാധയാണ്, അത് ഉടനെ ഡെലിവറൻസിന് വേണ്ടി പോകാം അല്ല. ദൈവം അതെല്ലാം ആഗ്രഹിക്കുന്നു, ദൈവത്തിന് തിരിയാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ഒരു മേഖല കൊണ്ട് കൂടി പറയണം അതിനകത്ത്. 34-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്താ മനം ഉരുകുന്നത്? എന്താ ഉരുകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ സാധാരണ സ്വർണം ഉരുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ വീടുകളിലൊക്കെ ഓശാനയുടെ തലേദിവസം ഉണ്ടല്ലോ, കോഴിക്കോട്ടെ ശനിയാഴ്ച. അപ്പം ഈ പിന്നെ ശർക്കര ഉരുക്കിയിട്ടാണ് നമ്മൾ ഈ കോഴിക്കോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഉരുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മച്ചൊക്കെ ശർക്കര ഉരുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഉരുക്കിയിട്ട് അത് അരിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഓലയുടെ കഷ്ണം, മണലിൻ്റെ കഷ്ണം, മറ്റ് കരടുകൾ ഇതൊക്കെ മാറ്റുക. അതൊക്കെ മാറ്റിയിട്ട് നിർമ്മലവും ശുദ്ധവുമായ ശർക്കര മാത്രം എടുത്തിട്ടാണ് നമ്മൾ പെസഹാപ്പാലിനാണെങ്കിലും കോഴിക്കോട്ടേക്കാണെങ്കിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉരുകിയപ്പോൾ എന്താ സംഭവിച്ചത്? ഉരുകിയപ്പോൾ മാത്രമേ മാലിന്യങ്ങൾ പോയുള്ളൂ, അല്ലാതെ ഒരു പ്രക്രിയയിലും മാലിന്യങ്ങളും പോകില്ല. അപ്പോൾ ചില സഹനങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്രകാരം എന്നെ ഉരുക്കി എന്നെ വാർത്തെടുക്കാൻ പറ്റാതാണ് ആ പാട്ട്. ഉരുക്കി നീ എന്നെ വാർത്തെടുക്കുന്നുള്ള പാട്ടിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഉരുക്കി വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ വാർത്തെടുക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എന്നിലെ മാലിന്യങ്ങൾ നീക്കാൻ അനുവദിക്കണം, മാലിന്യങ്ങൾ ഞാൻ നീക്കുകയും ചെയ്യണം. ആ മാലിന്യങ്ങളാണ് കയ്യിലിരിപ്പ്, മനസ്സിലിരിപ്പ്, വഴിവിട്ട പോക്ക്, വഴിവിട്ട ജീവിതം, പിന്നെ എന്താ പറയുക, അധാർമികത, അശുദ്ധി, അസ്വസ്ഥത, ആസക്തികൾ, അധർമ്മങ്ങൾ, വൈരാഗ്യങ്ങൾ, വിദ്വേഷങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ തുടങ്ങി എല്ലാ മേഖലകളും അതുതന്നെയാണ്. അതെല്ലാം മനസ്സിലെ മാലിന്യങ്ങളാണ്. അപ്പോൾ മനസ്സിൽ നിറയുന്ന മലിനതയെല്ലാം കഴുകി ശുദ്ധമാക്കാം എന്നുള്ള കുർബാന സ്വീകരണത്തിന് മുമ്പ് പാടുന്ന പാട്ടല്ലേ. അപ്പോൾ ആ മനസ്സിലെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കുന്ന മനം ഉരുകിയ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ വെള്ളമൊഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ശുദ്ധീകരണ പ്രക്രിയ പോലെ വെറുതെ കടന്നു പോകേണ്ട ഒരിക്കലും ശുദ്ധമാകുന്നില്ല. ശുദ്ധമാവുന്നത് ഉരുക്കി എന്നെ വാർത്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഉരുക്കി വാർത്തെടുക്കുന്ന പ്രക്രിയ അതിലൂടെ കടന്നു പോകണം. എങ്കിലാണ് ഹൃദയം, കാരണം മനമുരുകി കരയുന്നവരെന്നുള്ള പണ്ടത്തെ പാട്ടുണ്ടല്ലോ, ഈ ഹൃദയം നുറുങ്ങുന്ന അവസ്ഥ, അത്രമാത്രം തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മനസ്സുരുകിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സുരുങ്ങുമ്പോൾ, മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ എളുപ്പമാവും. രണ്ട് പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മനസ്സിന് ഉരുക്കാൻ ചില സഹനങ്ങൾ കർത്താവ് അനുവദിക്കും. അത് എൻ്റെ മാലിന്യങ്ങൾ നീക്കാനും എൻ്റെ ഉള്ള സ്നേഹത്തെ പ്രതി എന്നെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സഹനത്തിൻ്റെ മേഖല, മറ്റുള്ളവർക്ക് ഇപ്രകാരം ദൈവത്തിലേക്ക് തിരിയ ചില സഹനങ്ങൾ ഒട്ടേറെ സഹായമാവും. മറ്റുള്ളവർക്ക് നമ്മുടെ സഹനം കണ്ടിട്ട് ഈശോ ഒരു രോഗസൗഖ്യം കൊടുക്കുന്നത് ആ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ലായിരുന്നു. ആ മേൽക്കൂര പൊളിച്ചിറക്കിയ ആളുകളുണ്ടല്ലോ, അവരുടെ വിശ്വാസം കണ്ടിട്ട്
രോഗിക്ക് രോഗിക്ക് സൗഖ്യം കൊടുക്കും. അപ്പം ചില സഹനങ്ങൾ നമ്മളെ കാണുന്നവർക്ക്, നമ്മുടെ കൂടെ ഉള്ളവർക്ക്, അവർക്ക് ദൈവത്തിലേക്ക് തിരിയാനും അവരുടെ വിശ്വാസം വർദ്ധിക്കാനും അത് കാരണം. ചില സഹനങ്ങൾ ഈ പറഞ്ഞോണം ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു 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 നമ്മൾ നേർപ്പിച്ച് ദൈവത്തിൽ ലയിക്കാനായിട്ടുള്ള, ആത്യന്തികമായിട്ട് ദൈവത്തിലേക്ക് ലയിച്ചു ചേരാനായിട്ടുള്ള ചില സഹനങ്ങളായിട്ടും ഒരു പക്ഷത്തുണ്ട്. അതുകൊണ്ട് ചിലത് മരണത്തിൽ കലാശിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ മരണത്തിൽ കലാശിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആ മരണത്തിലേക്ക് കലാശിക്കുന്ന വ്യക്തിയെ, ആ രോഗമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അതിനായിട്ട് ഒരുക്കണം, ആ വ്യക്തി അതിന് ഒരുങ്ങുകയും ചെയ്യണം. ചില രോഗപീഠകളുടെ സഹനം, പൈശാചിക പീഠകളുടെ സഹനം, ദൈവത്തിലേക്ക് തിരിയാനായിട്ടുള്ള സഹനം, പിന്നെ നമ്മുടെ വിളിച്ചപേക്ഷിക്കാനായിട്ടുള്ള വിളി, ദൈവത്തിൻ്റെ ചിലത് അവസാനം മരണത്തിൽ കലാശിക്കാനുള്ളത്, അങ്ങനെ പല തരത്തിൽ എല്ലാം കാണാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ സഹനങ്ങളുണ്ടെന്നാണ് സാറ് വളരെ വളരെ രസകരവും വളരെ നല്ല രീതിയിൽ സാർ ഷെയർ ചെയ്തു. അത് രോഗമായാലും മറ്റ് ജോലി പ്രശ്നമായാലും അനർത്ഥങ്ങളായാലും. ഇപ്പോൾ ചിലരുടെയൊക്കെ വലിയൊരു വിഷമമാണ് കല്യാണം നടക്കാത്ത ഇങ്ങനെ നാളുകളായിട്ടിരിക്കുന്നത്. പിന്നെ സാർ ഇങ്ങനെ പല മേഖലകൾ പറയും. ഇതിന് പല കാരണങ്ങളുണ്ടെന്ന് സാറ് പറഞ്ഞായിരുന്നു. പൈശാചികമായ ബന്ധനങ്ങളുണ്ടാകാം, ചിലപ്പോൾ രോഗശാന്തിയിലെത്തേണ്ടതുണ്ടാകാം, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടതുണ്ടാകാം. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടുന്നത് ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോഴാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ആ ജ്ഞാനത്തിൻ്റെ വഴിയിലേക്കുള്ള സഹായമാണ് ഞാനീ പറഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഈശോ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ തടസ്സം, എൻ്റെ വിവാഹം നടക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പം ഒരു പക്ഷേ വെളിപ്പെടുത്തി തരും, ഞാൻ ആരുടെയെങ്കിലും വിവാഹം മുടക്കിയിട്ടുണ്ടോ. എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മറ്റാരുടെ വിവാഹം മുടക്കിയിട്ട് അവർ വിഷമിച്ച് നിൽപ്പുണ്ട്. ഒരു ചിന്ത അങ്ങനെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വഴികൾ നേരെയാക്കണം. ഞാൻ കുരിശിൽ കയറ്റി കിടത്തിയവനെ കുരിശിൽ താഴെ ഇറക്കാതെ എൻ്റെ കുരിശിൽ നിന്ന് എന്നെ താഴെ ഇറക്കില്ല കർത്താവ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. പക്ഷെ എനിക്കത് പരിഹാരം ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോയാലോ? പരിഹാരം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് അപ്രകാരമൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മതി. ചില കടങ്ങൾ അങ്ങനെ വീട്ടാൻ പറ്റുള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് നീതീകരണം കിട്ടാൻ അതേ സാധിക്കുകയുള്ളൂ. ആ വ്യക്തിക്ക് നമുക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ അപ്രകാരമുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തരും. അങ്ങനെ പരിഹാരം ചെയ്യും. കൃത്യമായിട്ടൊരു പരിഹാരം, പുനഃസ്ഥാപിച്ചുള്ള പരിഹാരം കിട്ടിയെന്ന് വരില്ല, റെസ്റ്റിറ്റ്യൂഷൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഇപ്രകാരമുള്ള ഒരു നടപടിയിലൂടെ തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ സ്വീകാര്യമായ കൃപയോട് കൂടിയാണ്. കാരണം അപ്രകാരമുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ, നമ്മളൊരു ആശ്വാസമായിട്ട് മാറുമ്പോൾ ആ പഴയ കടം മാറി കിട്ടും. അതുകൊണ്ടാണ് കടങ്ങളുടെ പൊറുതിയും പാവങ്ങളുടെ മോചനം എന്ന് പറയുന്നത്. കടങ്ങളുടെ പൊറുതി കിട്ടണം നമുക്ക്. ഇപ്പം ചില സഹനങ്ങളുടെ പ്രശ്നത്തിലെ കടങ്ങളും ആവാം. അപ്പോൾ ആ കടങ്ങളുടെ പൊറുതി നമ്മളെ കൊടുക്കണം നമ്മൾ. അല്ലാത്ത പക്ഷം നമുക്ക് പാവങ്ങളുടെ മോചനം കൊണ്ട് മാത്രം കടങ്ങളുടെ പൊറുതി തീരില്ല. കടങ്ങളുടെ പൊറുതി തീരാതെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ അനുഭവം ഉണ്ടാവുകയില്ല. പാവങ്ങളുടെ മോചനം കടങ്ങളുടെ പൊറുതിയിലേക്ക് നീക്കിക്കൊണ്ട് ചെയ്യണം. കടങ്ങളുടെ പൊറുതിയും പാവങ്ങളുടെ മോചനം കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ ശുശ്രൂഷ വഴികൾ നമ്മളെ നയിക്കും അല്ലേ? ശുശ്രൂഷ വഴികൾ നമ്മളെ നയിക്കണം. ഈ പരിശുദ്ധ അമ്മയുടെ ഈ മരിയൻ സുഹൃത്തുള്ള സഹനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടയാളമായി ശരി. അപ്പം സഹനം എന്നുള്ളത് എന്താണ്, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു അന്വേഷണത്തിലാണ് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ജ്ഞാനം നിറഞ്ഞവളായതുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതേമാതിരി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന രോഗത്തിൻ്റെ, വേർപാടിൻ്റെ, ദുഃഖത്തിൻ്റെ, ഇപ്രകാരമുള്ള ജീവിതത്തിലെ സംഘർഷങ്ങളുടെ, വിവാഹം നടക്കാത്തതിൻ്റെ, കുഞ്ഞുണ്ടാവാത്തതിൻ്റെ തുടങ്ങി അങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളുണ്ട്. അവിടെയെല്ലാം നമ്മിലേക്ക് തിരിഞ്ഞ് നമ്മെ തന്നെ പരിശോധിക്കാനും മറ്റുള്ളവരിലേക്ക് നമുക്ക് നമ്മുടെ കൈകൾ നീട്ടപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിളികളും കൂടെ കൂടിയാവാം. നമ്മളെ വിശദീകരിക്കാനായിട്ട്, നമ്മളെ നിന്നെ തന്നെ നാളെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണുന്നല്ലേ കർത്താവ് പറഞ്ഞു. അതെ, നമ്മളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവാം. അപ്പം അതെല്ലാം അപ്രകാരമാണെന്നുള്ള ഒരു ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ചാനൽ തിരിയുന്ന വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മുറുമുറുപ്പോടും പിറുവിറുപ്പോടും വിഷമത്തോടും അമർഷത്തോടും കൂടി ഈ സങ്കടങ്ങളെക്കുറിച്ച് പല്ലിറുമി കഴിയുന്ന ഒട്ടേറെ ആളുകൾക്ക് എനിക്ക് ഈ വിധി വന്നു എന്ന് ചിന്തിക്കും. ഞാൻ ഒട്ടേറെ ആളുകളെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ പോലും ചില സംഘർഷങ്ങളുടെ മേഖലയിൽ വന്നു കഴിഞ്ഞപ്പോൾ
എന്നാൽ എനിക്കെന്തിനീ വിധി തന്നു എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നത് വിധിയല്ല, ദൈവം തന്നത് വിളിയാണ്. ഈ സഹനത്തിലൂടെ ദൈവം ഒരു വിളി തന്നിരിക്കുക. ഈ വിളി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പാപത്തിനുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു റോക്കി ചുള്ളി എന്ന അച്ഛനുണ്ടായിരുന്നു. അച്ഛനിങ്ങനെ ഒരു സഹനദാസൻ എന്നാണ് അച്ഛൻ്റെ പേരിട്ട്. ഒട്ടേറെ കാലം സഹനത്തിലൂടെ കടന്നു പോയിട്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 12 വർഷത്തോളമായിരുന്നു എനിക്ക്. അപ്പം അച്ഛൻ്റെ സഹനത്തിൻ്റെ മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുന്നൊക്കെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു ത്വക്ക് രോഗമാണ് ഇതുപോലെ തന്നെ. അവസാനം അച്ഛന് വാഴയിലയിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. അത്രമാത്രം ഒരു വിഷമിച്ച്, വേദനയും വിഷമവും ഉണ്ട് അതിനകത്ത്. കാരണം മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെടുന്നു, ശാരീരികമായ വേദന ഉണ്ടാകുന്ന ഒട്ടേറെ പീഡകളുണ്ട് അതിനകത്ത്. അപ്പം അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഇതെല്ലാം എന്താ പറയുക, ഒരു പാപപരിഹാരം എന്നുള്ള 1, രക്ഷാകരമായ സഹനം എന്നുള്ള 2. രക്ഷാകരമായ സഹനം എന്താ? എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനും മറ്റുള്ളവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനും വേണ്ടിയാണ് കാഴ്ചവെക്കുന്നത്. കാരണം ഞാനാകുന്ന ഒരു പാപി എൻ്റെ പാപം തിരിച്ചറിയാതെ ഞാൻ പാപത്തിൻ്റെ മേഖലയുടെ കടന്നു പോകുമ്പോൾ എൻ്റെ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്തില്ല എന്നുണ്ടെങ്കിലും എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ബോണിയോ അതുപോലെ ഒരു സുഹൃത്തോ എൻ്റെ പാപത്തിനോട് കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ടും ആ സഹനത്തെ കാഴ്ചവെക്കാം. അപ്പോൾ അവനവൻ്റെ മാത്രം വിശദീകരണമല്ല, ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചതിൻ്റെ അടയാളമായിട്ടും. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ. നമ്മുടെ കൊച്ചു സഹനങ്ങൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും കാരണം, അവർ രക്ഷയിലേക്ക് തിരിയാനായിട്ട്, അവരുടെ സൗഖ്യമല്ല, അവരുടെ രക്ഷയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സൗഖ്യം രക്ഷയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളൊരു തടസ്സങ്ങൾ എന്നുള്ളത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ള തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ മാറിക്കഴിയുമ്പോൾ ദൈവത്തെ അനുഭവിക്കാനുള്ള തടസ്സങ്ങൾ മാറിയിട്ട്, അപ്പോൾ ദൈവത്തെ അനുഭവിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കരുത്. ഇതാണ് എൻ്റെ ഒരു വലിയ നിരീക്ഷണം. വ്യത്യസ്തങ്ങളായ ഈ സഹനങ്ങളൊന്നും തടസ്സങ്ങളല്ല, അത് ദൈവത്തിലേക്കുള്ളൊരു വഴിയാണ് എന്നുള്ള തിരിച്ചറിവ് ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോഴാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഈ ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിൽ പോലും നിൻ്റെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്, ദൈവം അറിയുന്ന സഹനമുണ്ട്. ദൈവം അറിയുന്ന സഹനമാണ് എല്ലാ സഹനങ്ങളും, പക്ഷെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാണ് എന്നുള്ള തിരിച്ചറിവാണ് രക്ഷയുടെ മാർഗത്തിലൂടെ നടക്കുമ്പോഴുള്ള സഹനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ആ ദൈവം അറിഞ്ഞിട്ട് അനുവദിച്ച സഹനമാണെന്നുണ്ടെങ്കിൽ ആ സഹനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ രക്ഷത്തിനും തടസ്സമാവുകയും ചെയ്യും, മറ്റുള്ളവരുടെ രക്ഷയ്ക്കും തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എനിക്ക് സഹായമാവുന്നത്. എല്ലാ സഹനങ്ങളും ദൈവം അറിയുന്നതാണെങ്കിലും ചില സഹനങ്ങൾ ദൈവം അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ ആ സഹനത്തെ ജ്ഞാനത്തിൻ്റെ അടയാളമായി ആ സഹനത്തെ ഉൾക്കൊണ്ട് സ്വീകരിച്ച് ദൈവമേ നിൻ്റെ പദ്ധതിയോട് സഹകരിക്കണം, നീ ഈ സഹനത്തിലൂടെ ആഗ്രഹിക്കുന്ന എൻ്റെ രക്ഷയും എൻ്റെ സഹനം മൂലം നീ ആരെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ രക്ഷയും സാധ്യമാകട്ടെ എന്നുള്ളൊരു സമർപ്പണം. ആ സമർപ്പണത്തിനാണ് ആ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, കാരണം ദൈവം സർവജ്ഞാനിയാണ്. പക്ഷെ ദൈവം അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലൂടെ കടത്തിവിടുന്ന ചില സഹനങ്ങൾ, അത് രോഗമാവാം, വേർപാടാവാം, എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യമാവാം, മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള തടസ്സങ്ങളാവാം. അപ്പോൾ ചില സഹനങ്ങൾ ദൈവം അറിഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ചിലത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. കാരണം ദൈവം അനുവദിച്ചിട്ടുള്ള എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം കൊണ്ട് കൂടിയാണത്. കാരണം എന്നെ രക്ഷിക്കാൻ ഈ സഹനത്തിൻ്റെ വഴിയുള്ളൂ. കാരണം ഈ സഹനത്തിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് ഞാൻ തിരിയുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ, ഇപ്രകാരം സഹനങ്ങൾ കൊടുത്തിട്ടും ദൈവത്തിലേക്ക് തിരിയാത്ത കഠിന പാപികളുടെ മാനസാന്തരത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പല വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ അവർ ആത്മാക്കളുടെ രക്ഷ എന്ന് പറഞ്ഞത്. ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നത് എന്താ? ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നത് ഈ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പാപ സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് അവരുടെ ആത്മാവ് നഷ്ടപ്പെടാത്ത വിധം അവർ ജീവിതത്തിലേക്ക് വിശുദ്ധിയിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് തിരിയാനായിട്ട് എൻ്റെ ഈ സഹനങ്ങൾ കാഴ്ചവെക്കണം. കൊച്ചു സെബുനോദി അങ്ങനെ കാഴ്ചവെച്ച ആളായിരുന്നു, അൽഫോൻസ് സെബുനി തന്നെ കാഴ്ചവെച്ച ആളായിരുന്നു. നമുക്ക് ജീവിക്കുന്ന മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് സഹനത്തെ തിരിച്ചുവിടാൻ കഴിയും. അപ്പോൾ ദൈവം അറിയുന്നതും ദൈവം അനുവദിക്കുന്നതുമായ സഹനങ്ങളെ തിരിച്ചറിയുവാനും ആ തിരിച്ചറിഞ്ഞ സഹനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെയും എൻ്റെയും ദൈവം എന്നിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ മരിയൻ സുഹൃതം, ജ്ഞാനത്തിൻ്റെ അടയാളമായ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ അത് നമ്മളെ ഉപകരിക്കും. സാറ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. സാറ് ഇപ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസാണ് അവസാനിപ്പിക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നത്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ജ്ഞാനത്തിൻ്റെ വഴി. അതേത് തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും
ദൈവം അറിയാതെ ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് രോഗശാന്തി ആയിരിക്കാം, എൻ്റെ പ്രശ്നം മാറുന്നതായിരിക്കാം, ചിലപ്പോൾ മരണത്തോളം ആ പ്രശ്നം തുടരുന്നതായിരിക്കാം. എന്തായാലും പരാതിയില്ലാത്തൊരവസ്ഥ. പക്ഷെ അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് തിരിച്ചറിയലാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ് പരിശുദ്ധ അമ്മ ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് തരുന്നത്. കാരണം പരിശുദ്ധ അമ്മ മകൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം ഒരു രക്ഷാകര അനുഭവത്തിൻ്റെ ഭാഗമായി അമ്മ ഉൾക്കൊണ്ടതുകൊണ്ടാണ് അമ്മയുടെ കണ്ണീര് പൊഴിയാതിരുന്നത്. അപ്പോൾ അപ്രകാരം കണ്ണീര് പൊഴിക്കേണ്ട സാഹചര്യങ്ങളും സംഭവങ്ങളും സ്ഥലങ്ങളും ഒക്കെ കടന്നു പോയാലും അവിടെയെല്ലാം ഈ ദൈവം അറിഞ്ഞ സഹനവും ദൈവം അനുവദിച്ച സഹനമാണെന്നുള്ള തിരിച്ചറിവും, ഞാൻ തിരുത്തേണ്ടതാണോ, ഞാൻ മാറേണ്ടതാണോ, ഞാൻ രക്ഷിക്കേണ്ടതാണോ എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ മേഖലകളിൽ കടന്നു പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു മരിയൻ സുഹൃതം നമ്മെ സഹായിക്കും. സാറേ, ഒത്തിരി നന്ദിയുണ്ട്. നമ്മളെ കാണുന്ന പ്രേക്ഷകർ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയാനും സാറ് പറഞ്ഞതുപോലെ അത് കണ്ടറിഞ്ഞ് അംഗീകരിക്കാനും, അതാണ് ജ്ഞാനത്തിൻ്റെ വഴി. അത് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിന് ഒത്തിരി നന്ദി. നിരാമയം